ശബരിമല സ്വർണ്ണക്കൊള്ള നടൻ ജയറാമിനും കുരുക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയം തേടുമെന്ന് SIT. ശബരിമലയിലെ ദ്വാരപാലകപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ പോറ്റി കൊണ്ടുപോയിരുന്നു. കേസിൽ ജയറാം സാക്ഷിയാകുമെന്നും SIT അറിയിച്ചു. ജയറാമിനെ പോലുള്ള പ്രമുഖരെ വരെ പോറ്റി കബളിപ്പിച്ചു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് മറ്റൊരു കട്ടിളപ്പടി കൂടി സ്പോൺസർ ചെയ്തിരുന്നുവെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ഇതിന്റെ പൂജാ ചടങ്ങുകളിലായിരുന്നു ജയറാം പങ്കെടുത്തത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ വ്യവസായിയും അയ്യപ്പ ഭക്തനുമായ ധനികനാണ് ഇതിന് പണം ചിലവഴിച്ചത്. ആന്ധ്രാപ്രദേശിലായിരുന്നു നിർമ്മാണം. 2019 ഏപ്രിൽ ജൂലൈ മാസങ്ങൾക്കിടയിലായിരുന്നു കട്ടിളപ്പാടിയുടെ നിർമ്മാണമെന്നാണ് വിവരം. ഇത് പിന്നീട് ചെന്നൈയിലെത്തിച്ച സ്വർണം പൂശി. തുടർന്ന് ചെന്നൈയിൽ തന്നെ എത്തിച്ച പൂജ നടത്തി. ഇതിലാണ് നടൻ ജയറാമും ഗായകൻ വീരമണിയും പങ്കെടുത്തത്. ഇതേ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ ജോലി ചെയ്യുന്ന ബംഗളൂരുവിലെ ശ്രീരാംപുരിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലും എത്തിച്ചിരുന്നു. അതേസമയം സംഭവം വിവാദമായതോടെ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ജയറാം വ്യക്തമാക്കിയിരുന്നു. അയ്യപ്പൻ തന്ന നിയോഗമാണെന്ന് കരുതിയാണ് പൂജ ചെയ്തതെന്ന് ജയറാം പറഞ്ഞിരുന്നു. ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് കരുതിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അതേസമയം ശബരിമല സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ ഫോറൻസിക് ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർന്നുള്ള അറസ്റ്റുകളിലേക്ക് SIT നീങ്ങുക. പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളിൽ തുടർ പരിശോധന നടക്കുകയാണ്. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അന്നത്തെ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന രേഖകൾ ഒന്നും തന്നെ ഇതേവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്.